പ്രിയമുള്ളവരെ, നോൻപിന്റെ ഈ നാളുകളിൽ ഈ ഫെബ്രുവരി 19 തിങ്കളാഴ്ച തിരുസഭയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളാണ്. അവസാന വിധിയെന്നാണ് അതിന്റെ തലക്കെട്ട്. സത്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തിന്റെ മാനദണ്ഡത്തിലായിരിക്കും അവസാനം റിസൾട്ട് എന്ന് ഈശോ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ജയിക്കാം, പക്ഷെ എന്നിട്ടും നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നു. മാനദണ്ഡം ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ടുള്ള എളിയ മനുഷ്യർക്ക് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് അത് ഇവിടെ ഈശോ പറയുന്നത്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഒളിപ്പിച്ചു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തോന്നി. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തോന്നി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ ജയിച്ചു പോകാവുന്ന ഒരു പരീക്ഷ നമ്മൾ വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒന്നുകൂടി വിചിന്തനം ചെയ്യാനായിട്ട് ഈ നോമ്പ് കാലത്ത് ദൈവം നമുക്ക് അവസരം തരിക. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണെന്ന് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് അവസാന നാളുകളിൽ ഇങ്ങനെ മനുഷ്യരെ വേർതിരിക്കുന്നുണ്ട്. നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, അതുകൊണ്ട് നിങ്ങൾ വലത്തു ഭാഗത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് ചെയ്ത മനുഷ്യർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴായിരുന്നു? ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പം ചെയ്യുന്ന നന്മകൾ സ്വാഭാവികമായിരിക്കണം എന്നുള്ള ഒന്നിന്റെയും പേരിൽ കൊട്ടിഘോഷിക്കപ്പെടേണ്ടതല്ല. അല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് മൈക്ക് വെച്ച് ഒക്കെ അറിയിക്കേണ്ട ഒരു കാര്യമല്ല. അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സ്വാഭാവികമാണ്, അറിയാതെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈശോ ഓർമ്മിക്കുന്നത്. അപ്പോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ വലതു ഭാഗത്തേക്ക് മാറ്റപ്പെടേണ്ട മനുഷ്യരാണ് നമ്മൾ. സ്വാഭാവികമാകാം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും നന്മയൊക്കെ സ്വാഭാവികമാകട്ടെ. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിന്റെ അന്തസത്ത എന്ന് പറയുന്ന സ്നേഹം. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടുമുമ്പുള്ള ഭാഗം താലന്തുകളുടെ ഉപമയാണ്. 2 താലന്ത് കിട്ടിയ ആൾക്കാരും അവർക്ക് കിട്ടിയത് വർദ്ധിപ്പിക്കുന്നുണ്ട്. താലന്ത് സ്നേഹം തന്നെയാണ്. നമുക്ക് ഈശോ തന്ന സ്നേഹം നമ്മൾ കൊടുത്തു വർദ്ധിപ്പിക്കണം. അപ്പോഴാണ് അത് 10 മടങ്ങായി മാറുന്നത്. അങ്ങനെ ഈ നോൻപ് സ്നേഹത്തിൽ വർധനവുള്ളൊരു നോൻപായി, അങ്ങനെ വിശുദ്ധിയുള്ള ജീവിതം അല്ലെങ്കിൽ നന്മയുള്ള ജീവിതം സ്വാഭാവികമായി അവസാന നാളുകളിൽ വിജയത്തിലെത്താം. മരണത്തെ ജയിച്ച് പാപത്തെ തകർത്ത യേശുവിന്റെ സന്നിധിയിൽ വിജയശ്രീലാളിതനായ യേശുവിന്റെ വലത്തുഭാഗത്ത് വിജയശ്രീലാളിതനായ യേശുവിന്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനായിട്ട് ഈ നോൻപിൽ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരട്ടെ. അത് ജീവിതമായി